ഫയർഫോഴ്സ് നിലവിൽ അവിടെ ഉണ്ടായ ഒരു വലിയ തീപിടുത്തം മരത്തോല് കൊണ്ടുണ്ടാക്കിയ സഞ്ചിയിൽ വെള്ളം കൊണ്ടെത്തിക്കുകയും ആ തീ വലിയ രീതിയിൽ അണയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അന്ന് റൂമിൽ നിന്ന്. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഫയർഫോഴ്സ് സേന നിലവിലുണ്ട്. നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 നാട്ടുരാജ്യങ്ങളാണ്. തിരുവിതാംകൂറിനും കൊച്ചിക്കൂടെ ചേർന്ന 3 ഫയർ സ്റ്റേഷനുകൾ, മലബാറിൽ 5 എന്ന കണക്കിനാണ് ആദ്യ കാലത്ത് ഉണ്ടായിരുന്നത്. 56 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി ഇത് കേരളത്തിൻ്റെ സേനയായിട്ട് മാറി. ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ പോലീസിനൊപ്പമായിരുന്നു വർക്ക് ചെയ്തിരുന്നു. 1962 ഇതിനെ ഒരു സ്വതന്ത്ര കോഴ്സായിട്ട് മാറ്റിവെക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഏത് ദുരന്തങ്ങളിലും 2006 വരെ ഫയർഫോഴ്സ് എന്ന പേരിലാണെങ്കിൽ 2006 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന പേരിലേക്ക് മാറ്റി. അതായത് ഒരാളുടെ ജീവനും സ്വത്തിൽ എന്ത് നാശനഷ്ടം ഉണ്ടായാലും നമ്മൾ രക്ഷാപ്രവർത്തകരായി എത്തുകയും അതിനെ ലഘൂകരിച്ച് നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. വി സർവ് ടു സേവ് എന്നാണ് ഞങ്ങളുടെ അർത്ഥം. ഇതാണ് ഫയർഫോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സാധാരണ ഇതിൽ അപകടം ഉണ്ടായിരുന്ന ഫയർഫോഴ്സിനില്ലേ ഏതിനാണ് കാര്യം വിളിക്കുന്നത്? 101 എന്ന നമ്പറിലായിരിക്കും നിങ്ങൾ വിളിക്കാൻ സാധിക്കും. അതായത് BSNL സിമ്മി വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാവേലിക്ക കഴിയും. ബാക്കിയുള്ള സിമ്മുകളിൽ നിന്ന് വിളിച്ചാൽ ചിലപ്പോൾ അത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കണക്ട് ആവാൻ സാധ്യത, അല്ലെങ്കിൽ മറ്റൊരു കോഡ് ലൈനിലുണ്ടെങ്കിൽ ആ കോഡ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കണക്ട് ആകാൻ സാധ്യത. അങ്ങനെ സംഭവിക്കാൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സമയനഷ്ടം ഉണ്ടാകാൻ സാധ്യത. നിങ്ങൾ ഇവിടെ നിന്ന് വിളിക്കുന്നു, തിരുവനന്തപുരത്ത് കണക്ട് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ മാവേലിക്കായി ഏതെങ്കിലും ചെറിയ ഇപ്പോൾ പറഞ്ഞിക്കാവുന്ന സ്ഥലം പറയും. അപ്പോൾ അവർ ചോദിക്കും ഏത് ജില്ലയാണ്, എവിടെയാണ് സ്ഥലം കൃത്യമാക്കി. അതിനുശേഷം അവർ മാവേലിക്ക നിലയത്തിലേക്ക് വിളിച്ചു പറയും. നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു അപകടം നിങ്ങൾക്ക് ഒരു അടിയന്തര സഹായം ആവശ്യമുള്ള സമയത്താണ് നിങ്ങൾ വിളിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ തിരുവനന്തപുരത്ത് വിളിക്കുന്നു, അവിടുന്ന് മാവേലിക്കരയിലേക്ക് നിങ്ങൾ വിളിച്ച മുഴുവൻ കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ കോഡ് കൺഫേം ചെയ്യാൻ രണ്ടാമത് വിളിക്കുന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. വളരെയധികം സമയം നഷ്ടം ഉണ്ടാകുന്നുണ്ടല്ലോ. അത് നിങ്ങൾ എവിടെയായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്? മാവേലിക്കര ഫയർ സ്റ്റേഷൻ വിളിക്കും. ആ നിങ്ങൾ അറിയാൻ ദൈവഭാഗ്യത്തിൽ ആളത്ത് അറിയത്തില്ല. എനിക്ക് മിക്കവരുടെ പ്രാഥമിക ഇത് തന്നെയാണ്. 13 പേർക്ക് അറിയത്തില്ല. ഈ ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ വിളിച്ച് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കണക്ട്. നമ്മൾ വിളിക്കുന്ന കോള് വേറെ ഇപ്പം വിളിക്കുന്ന ശാസ്താമോടെയാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. ശാസ്താമോടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു. ശാസ്താ കുറെ നേരം നിൽക്കും. നമുക്കിതാ ഇതിന് ഓപ്പോസിറ്റ് വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ടേക്ക് മോഡൽ. അപ്പോൾ ഇതിനകത്ത് പിന്നിൽ വെച്ചിരിക്കുന്നത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പിന്നിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ആ പിൻ, ഒരു പിന്ന് വെച്ചത്. അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രഷർ ഉണ്ടോ എന്നോ. ഇതൊരു പ്രഷർ ഗേജ് ഉണ്ടെങ്കിൽ പ്രഷർ ഉണ്ടോ. ഇത് ചുവപ്പിലാണെങ്കിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് ചുവപ്പിലാണെങ്കിൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിനകത്ത് മെറ്റീരിയൽ കട്ട പിടിച്ചു എന്ന് അർത്ഥമാക്കുന്ന ഈ ചുവപ്പ് കാണുന്നുണ്ടോ? ചുവപ്പിലേക്ക് ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ കേട്ടത് തന്നെ ഇതാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം കൂടുതലും വേസ്റ്റാക്കുന്നതിന് 1 ലക്ഷം കാര്യമല്ലേ. അതായത് ഈ വലിയ കെട്ടിടങ്ങൾ, അതായത് വലിയ കോടികൾ ചിലവാക്കുന്നത് ഈ ചുവപ്പിലായ എക്സ്റ്റിങ്ഷറായിരിക്കും വെക്കുന്നത്. അതെടുത്തോട്ട് വെച്ച് അടിക്കാൻ നിൽക്കുന്നത് ചിലപ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ആദ്യം തീ കാണുന്നവർ ആദ്യം 1 ലക്ഷം ഇടാനാണ് പറയും. അപ്പോൾ ഇത് പച്ചയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് പച്ചയിലല്ല, പക്ഷേ ഇത് പച്ചയിലാണ്. ആണോ? ഇത് ഉപയോഗിക്കാം, അത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത് ആദ്യം ആരാണോ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അവർ ഇത് ആദ്യം ഒന്ന് നോക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ കൊണ്ട് ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊള്ളത്തില്ലെന്ന് പറയുന്നത് വലിച്ചെറിയുന്നു, അടുത്തെടുക്കാൻ പോകും, സമയനഷ്ടം. തീ കൂടുതൽ വ്യാപിക്കത്തുള്ളൂ. പ്രാഥമിക ഘട്ടത്തിലാണ്, പ്രാരംഭ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട അഗ്നിശമന ഉപകരണമാണ് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രഷർ ഉണ്ടോ എന്ന് നോക്കുക. അത് പച്ചയിലാണെങ്കിൽ ഉപയോഗിക്കാം, ചുവപ്പിലാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഉപയോഗിക്കാവുന്ന, ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത. ഞാൻ പറഞ്ഞു പാസ് എന്നാണ് ഈ കോഡ് എന്ന് പറയുന്നത്. കോഡ് എന്താണ് പറയുന്നത്? പാസ്, PASS. എന്താണ് പാസ്? PASS പറഞ്ഞേ, PASS പാസ്. ആ പി എന്ന് ഉദ്ദേശിക്കുന്ന പുളിത പിൻ. ഇതിനകത്തൊരു പിന്ന് വെച്ചിട്ടുണ്ട്. ആ പിന്ന് വെച്ചിരിക്കുന്ന വഴിയെ പോകുന്നവരും വരുന്നവരും എല്ലാം ഇതൊന്ന് ഞെക്കി നോക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്ന് വെച്ചിരിക്കുന്നത്. ആ പിന്ന് ഒഴിവാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പോലെയാണ് ഒരു പിന്ന് ഇവിടെ വെച്ചുകൊണ്ട് ആ പിന്ന് ഒഴിവാക്കി. പിന്ന് പിടിച്ച് വെച്ചിട്ട് നമ്മൾ ഞെക്കിയാണെങ്കിൽ ഇത് ഞെക്ക് കൊള്ളില്ല, വർക്ക് ചെയ്യുന്നില്ല. കാര്യം ഇത് ഇടയ്ക്ക് തട്ടിക്കത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആദ്യം ഞാൻ ആ പിന്ന് ഒഴിവാക്കി, പുളിത പിൻ. രണ്ടാമത് എയിം അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ. ഇത് മനസ്സിലാക്കിയെങ്കിൽ ഈ പുക നമ്മുടെ മുമ്പിൽ കയറും. ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ പുക എല്ലാം കൂടെ എൻ്റെ മുമ്പിൽ കയറും. അതുകൊണ്ട് എവിടെയാണോ തീ കത്തുന്നത് മറക്കരുത്. എവിടെയാണോ തീ കത്തുന്നത് അതിന് എയിം ചെയ്യാം. ഇവിടെ തീ കത്തുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ അടുത്തോട്ട് പോയി എയിം ചെയ്യാൻ പാടില്ല. കാര്യം തീ നമ്മുടെ ദേഹത്തേക്ക് പിടിക്കും. നമ്മൾ ഇച്ചിരി അകലം പാലിക്കാം. നമുക്കറിയാലോ, ചൂട് തട്ടാത്ത ആ ഏരിയയിൽ നിന്നാണ് ഇത് ഉപയോഗിക്കുന്നത്.
ഞാനിവിടെ വന്നു എയിം ചെയ്തു. എയിം അറ്റ് ദ ബേസ് ഓഫ് ദ ഫയൽ എന്ന് വെച്ചാൽ എവിടെയാണോ തീയുടെ പ്രാരംഭഘട്ടം അവിടെയാണ് ഉപയോഗിക്കുന്നത്. തീ കത്തി തുടങ്ങുന്ന ആ പ്രാരംഭഘട്ടത്തിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എയിം ചെയ്തു, പിന്നെ റിമൂവ് ചെയ്തു, എയിം ചെയ്തു. അടുത്ത പോയിന്റ് സ്ക്യൂസ് ആണ്. എത്ത് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സ്ക്യൂസ് എന്ന പേരാണ് പറയുന്നത്. സ്ക്യൂസ് ചെയ്തു. പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, സ്വീപ്പ് ചെയ്യണം. അതായത് ഇത് എല്ലാ ഭാഗങ്ങളിലേക്കും പടരണം. ഈ പൊടി ഇതിനകത്ത് കെമിക്കലാണ് വെച്ചിട്ട് അത് എല്ലാ ഭാഗങ്ങളിലേക്കും പടരാൻ വേണ്ടി മുന്നിലേക്കും ഇടത്തേക്കും വലത്തേക്കും കാണും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പാസ് എന്നാണ് ആ കോഡ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഈ ഒരു പിന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നീ പറഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും കേട്ടോ. ഉപയോഗിക്കാറിയത്തില്ലെങ്കിൽ പെട്ടുപോയേ, ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടു. അപ്പം ഞാൻ പറയുന്നു ഇതിനകത്തൊരു പിന്നുണ്ട്. ആ പിന്ന് ആദ്യം റിമൂവ് ചെയ്തു. ഫുൾത്തെ പിന്നെന്നുള്ളതാണ് പോയിട്ട് പിന്നെ റിമൂവ് ചെയ്തു. രണ്ടാമത്തെ എയിം ചെയ്യണം. എയിം ചെയ്തിട്ട് പൊടി മുഖത്ത് കയറും. അത് വളരെ പ്രധാനപ്പെട്ടാണ്. എയിം ചെയ്തു. അടുത്ത പോയിന്റ് സ്ക്യൂസ്, ഞെക്ക് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സ്ക്യൂസ്. ലാസ്റ്റ് വൺ സീപ്പ്, ഇടത്തേക്കും വലത്തേക്കും ആക്കാം. തൂക്ക് എന്നർത്ഥത്തിൽ സീപ്പ് പറയുന്നത് സീപ്പ് എന്ന പദം ഉപയോഗിക്കുക. അപ്പോൾ പാസ് എന്നുള്ളതാണ് കോഡ്. ഫുൾത്തെ പിൻ ഇതിനകത്ത് പിന്നി വെച്ചിട്ടുണ്ട്. ആ പിന്നെ ആദ്യം ഒഴിവാക്കുക. രണ്ടാമത് എയിം ചെയ്യുക. എവിടെയാണോ തീ തുടങ്ങുന്നത് അവിടേക്കാണ് എയിം ചെയ്തത്. എയിം ചെയ്തു. മൂന്നാമത്തെ ഒരു സ്ക്യൂസ് എന്നുള്ളതാണ്. ലാസ്റ്റ് ഒരു സീപ്പ് എന്നുള്ളതാണ്. കിട്ടിയോ? ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും കൈയടിച്ചേക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു.